ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ശരിക്കും തിങ്കളാഴ്ചയാണ്. നിച്ചുവിന് അംഗൻവാടി ഉള്ള ദിവസമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈദുൽ ഫിത്തർ ആയതുകൊണ്ട് അംഗൻവാടി അവധിയായിരിക്കും. മെസ്സേജ് ഒന്നും വന്നിട്ടില്ല, പക്ഷെ അവധിയായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഈദ് മുബാറക്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇത്തിരി വൈകിയാണ് എഴുന്നേറ്റേക്കുന്നത്. അപ്പോൾ എഴുന്നേറ്റിട്ടൊന്ന് ഫ്രഷായി, പിന്നെ കുറച്ച് ചൂടാക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞേക്കാണ്. ഇനി അടുക്കളയിലും ബാക്കി പണി ചെയ്യണം. അതെ, രാവിലെ ഞാൻ കുറച്ച് പണിയൊക്കെ ഒന്ന് ഇത് ഇന്നലത്തെ ചോറ് ബാക്കി വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സാമ്പാറാണ്, അതൊന്ന് ചൂടാക്കി വെച്ചു. പിന്നെ ഇത് ഇഡ്ഡലിക്ക് അരച്ച മാവാണ്, പക്ഷേ കുറച്ച് ഇതാണ് ലൂസാണ്. പിന്നെ ഇപ്പോൾ ഇത് ദോശ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. നിച്ചുവിന് ഇഡ്ഡലി ആയിരുന്നു കൂടുതലിഷ്ടം. ഇനിയിപ്പം ദോശയായിട്ട് പോട്ടെ, ദോശയും കഴിക്കാൻ കുഴപ്പമില്ല. ഇത് കുറച്ച് ഉരുളക്കിഴങ്ങ് കറിയാണ്, അപ്പം അതുകൊണ്ട് പിന്നെ ദോശ ഉണ്ടാക്കണം. അതാണ് അടുത്ത പണി. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈദുൽ ഫിത്തറിൻ്റെ അന്നാണെങ്കിലും പോസ്റ്റ് ചെയ്യുന്നത് വേറെ ദിവസമായിരിക്കും കേട്ടോ. ഞാൻ ഇപ്പോൾ അരി കൂടി അതിൻ്റെ സൈഡിൽ കൂടി ഇടുന്നുണ്ട്, ദോശ ഇടണതിൻ്റെ. അപ്പോൾ അതുകൂടി വെച്ച് കഴിഞ്ഞാൽ ഒപ്പം ചോറും അരിയും കൂടി ആയിക്കോളുമല്ലോ. റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ക്വാർട്ടേഴ്സിലാണ് നിൽക്കുന്നത്. അപ്പം നിച്ചും അച്ഛനും ഉറങ്ങുകയാണ്, അവളുടെ അച്ഛനും. ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പം ഞാൻ അരി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്, അതിനൊപ്പം ദോശയും ചുടുന്നുണ്ട്. 2 പണിയും കൂടി ഒരുമിച്ച് നടക്കുകയാണ്. അപ്പോൾ ദോശയൊക്കെ അത് ചുട്ട് കഴിഞ്ഞു. ഇനി നിച്ചുവിനെ വിളിക്കണം. നിച്ചൂട്ടി എണീപ്പിച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യണത് പല്ല് തേപ്പിക്കലാണ്. പല്ല് തേക്കാനകത്ത് ഇഷ്ടമൊന്നുമല്ല ആൾക്ക്. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ പല്ല് തേപ്പിച്ചെടുക്കും. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങി കേട്ടോ. ഞങ്ങൾ എമ്പുരാന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഴുന്നേക്കാനേ വൈകിയതുകൊണ്ട് ഇറങ്ങാനും കുറച്ച് ലേറ്റായി. അപ്പോൾ പിന്നെ കൂടുതൽ സീൻസൊന്നും എടുത്തില്ല. ഇത് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ ആ വോയിസ് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെയും വോയിസ് ഓവർ എടുക്കുക. നിച്ചു ഇതേ ബാക്കിൽ നിന്ന് ഹായ് കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അടുത്തുള്ള തിയേറ്ററിലൊന്നും ടിക്കറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് കുറച്ച് ദൂരെയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. 1 മണിക്കൂർ ഡിസ്റ്റൻസിലാണ് ഉള്ള തിയേറ്ററിലാണ് ടിക്കറ്റ് കിട്ടിയുള്ളൂ. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് തിയേറ്ററിൽ എത്തിയിട്ടുള്ള സീനാണ്. ഞങ്ങൾ എത്തിയത് ഒരു 10-15 മിനിറ്റ് വൈകിയ, അതുകൊണ്ട് ആദ്യത്തെ എഴുതി കാണിച്ചതൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. അത് ഇൻ്റർവെല്ലിന് ഞങ്ങൾ പിന്നെ പോയിട്ട് ഫ്രഞ്ച് ഫ്രൈസും കോഫിയൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ച് പിന്നെ ഇരുന്ന് ബാക്കി സിനിമയൊക്കെ കണ്ടു. സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. സിനിമ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയത് വീട്ടിലേക്കാണ് കേട്ടോ. വീടിൻ്റെ അടുത്ത് ആയിരുന്നു തിയേറ്റർ. വീടിൻ്റെ അടുത്തുള്ള തിയേറ്ററിലാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ പിന്നെ എന്തായാലും ഇനി വീട്ടിലും കൂടി കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ വാതിലൊക്കെ അടഞ്ഞെടുക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറി ചെല്ലണം. അപ്പോൾ അകത്തുനിന്ന് ദച്ചൂട്ടിയുടെ പാദസരത്തിൻ്റെ കിലുക്കം കേട്ടു. അപ്പോൾ എന്തായാലും ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി. ഞങ്ങൾ ബെല്ലൊക്കെ അടിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിച്ചുവിനാണെങ്കിൽ വാതിൽ തുറക്കാൻ വേണ്ടി വാതിൽ തുറന്ന് വന്നപ്പോൾ അവർക്ക് അറിയില്ല ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ കാവ്യ ഇങ്ങനെ ചോദിക്കാൻ വീഡിയോ ഒക്കെ എടുത്ത് എന്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ചമ്മലാണ് കാണുന്നത്. ദേച്ചൂട്ടിക്കാണെങ്കിൽ ചേച്ചി അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടതിൻ്റെ സന്തോഷവും അതൊക്കെ ആയിട്ട് കാണിക്കുന്നതാണ്. അവൾ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഞങ്ങൾ പിന്നെ ഫുഡ് പാഴ്സൽ മേടിച്ചായിരുന്നു, ബിരിയാണി. അപ്പോൾ എന്തായാലും ഈദുൽ ഫിത്തർ കൂടി അല്ലായിരുന്നു. അപ്പോൾ അതായിട്ട് ഞങ്ങൾ ബിരിയാണിയൊക്കെ മേടിച്ച് വന്നു. അവർ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾക്ക് മാത്രം മേടിച്ചോളൂ. നിച്ചു കഴിക്കുവാണ്. അപ്പോൾ നിച്ചുവിന് കൊടുത്തിട്ട് പിന്നെ ഞാനും കഴിക്കാനിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ദച്ചൂട്ടിയും വന്ന് അടുത്തിരുന്നു, എനിക്കും വേണമെന്നും പറഞ്ഞ്. ഒരു വായ കൊടുത്തിട്ടാട്ടോ ഞാൻ കഴിക്കുന്നത്. അത് കഴിഞ്ഞ് അവൾ വായ പൊളിക്കണേ ഞാൻ കണ്ടില്ല. ഞാൻ കഴിക്കുമ്പോൾ വായ പൊളിച്ചിട്ട് പിന്നെ ഞാൻ അവൾക്ക് വീണ്ടും വായിൽ വെച്ചെടുത്തു, അവളും കഴിച്ചു. ഹായ്, അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. റൂമിലിരുന്ന് കണ്ടന്റ് പ്ലാനിങ് ആണ്. ഇതിനകത്ത് ഞങ്ങളുടെ കണ്ടന്റ് ഒരുപാടൊന്നുമില്ല, കുറച്ച് ഇങ്ങനെ ഓരോ മൂമെന്റില് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ എഴുതി വെക്കും. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു എന്തൊക്കെ ചെയ്യണം എന്ന്. ചേച്ചി എമ്പുരാൻ കണ്ടിട്ടാ വന്നേക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി, പറയൂ? നല്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആവറേജ് തോന്നിയുള്ളൂ. എനിക്ക് പക്ഷെ എന്തോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ലൂസിഫർ ഫാനാണ്, അതുകൊണ്ട് എനിക്ക് എമ്പുരാൻ അത്രയും
ലെവലിൽ എത്തിയില്ല തോന്നി, പക്ഷെ കുഴപ്പമില്ല, കണ്ടിരിക്കാം. എനിക്കിങ്ങനെ പൊതുവെ മൊത്തത്തിൽ റിവ്യൂ ഇങ്ങനെ ആവറേജ് ആണെന്ന് കേട്ടിട്ട് പോയോണ്ടാണെന്നറിയില്ല, എനിക്കെന്തോ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. ഞാൻ എക്സ്പെക്ട് ചെയ്തു, ഇച്ചിരിയെങ്കിലും ഞാൻ എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം മേ ബി. ചേച്ചി സർപ്രൈസസ് വിറ്റാണ് അടിച്ചത്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തോണ്ട് വന്നപ്പോ ഇവർക്ക് അറിയില്ലായിരുന്നു ഞാൻ ഇത് വീഡിയോ എടുക്കുകയാണെന്ന്. അതുകൊണ്ട് ഇവരുടെ എക്സ്പ്രഷൻ ഒന്നും പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനും ഇല്ല. അത് ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ കാവ്യയുടെ ഒരു ചമ്മലും ഉണ്ട്. ഞാൻ മൊത്തം മീൻസ് ഒരുങ്ങിയിട്ടൊന്നും ഇല്ല. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഒരു ഷോർട്സ് എന്തെങ്കിലും ഒന്ന് എടുക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിൽ ഇരിക്കുകയാണ്. ഞങ്ങൾ ഷോർട്സ് എടുക്കാൻ പോവാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഇതിൽ കാണിച്ചെന്നുള്ളൂ. ഞങ്ങളത് ഫ്രണ്ടിൽ ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ജ്യൂസ് പോറിങ് ചാലഞ്ചില്ലേ, ഇതിനു മുമ്പ് എല്ലാവരും കുറേ പേരൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അത് ആണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടക്കരുത് ചേച്ചി ഷോർട്സ് എടുത്തപ്പോ ഗെയിമില് തോറ്റുപോയി, അതിന്റെ പണിഷ്മെന്റ് ആണ്. നോക്കിക്കോളൂ, എല്ലാവരും നോക്കിക്കോളൂ. അത് കഴിഞ്ഞത് പിള്ളേർ പുറത്ത് കളിച്ചപ്പോൾ അവിടെ കുറച്ച് നേരം റോഡ് സൈഡ് ആയതുകൊണ്ട് കൂടെ തന്നെ ആൾ വേണം. അപ്പം അങ്ങനെ നിൽക്കാതെ അപ്പോഴേക്കും ഞങ്ങൾക്ക് പോവാറായി. പോകുന്ന സമയത്ത് നിച്ചുവിന് ചെറിയൊരു സങ്കടമാണ് തിരിച്ച് പോകുമ്പോൾ. അപ്പോൾ ആ ഒരു കരച്ചിലാണ് കാണുന്നത്. പിന്നെ എടുത്ത് ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചൊക്കെ വണ്ടിയിലേക്ക് കയറ്റുകയാണ്. അത് കഴിഞ്ഞ് അവളുടെ സങ്കടം മാറിയില്ല. അപ്പം അമ്മ ഒരു മിഠായി കൊണ്ട് കൊടുക്കാം കരച്ചിൽ മാറ്റാൻ വേണ്ടി. ആ മിഠായി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആളോക്കെ കരച്ചിലൊക്കെ മാറി. അങ്ങനെ ഞങ്ങൾ കറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതേ ക്വാർട്ടേഴ്സിൽ തിരിച്ചെത്തി. പിന്നെ കുറച്ച് ഇവിടെ രാവിലെ പെട്ടെന്ന് പോയതല്ലേ ധൃതി പിടിച്ച്, അതുകൊണ്ട് കുറച്ച് ഒതുക്കലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഫ്രഷായി ആളുടെ അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ.